എല്ലാവർക്കും കൃഷ്ണദീപൻ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഒരു കഫ്താൻ നൈറ്റിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. എക്സൽ സൈസുള്ള കഫ്താൻ നൈറ്റിയാണ്. 42 സൈസ് ആണെങ്കിൽ 44 യൂസ് ചെയ്യാൻ പറ്റും. 8 ഇഞ്ച് ഷോൾഡർ, അതിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് കഴുത്തകലം, 6.5 ഇഞ്ച് കഴുത്തിറക്കം. വി ഷേപ്പിലാണ്. നമ്മൾ ഫ്രണ്ട് നെക്ക് വി ഷേപ്പും ബാക്ക് യു ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ 8 എടുത്തല്ല, 8 ഇഞ്ച് ഷോൾഡർ എടുത്തു. ആ ഷോൾഡർ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്താണ് ടോപ്പിനൊക്കെ അടിക്കണം. ഇതിപ്പോൾ കഫ്താനായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം തന്നെയില്ല. ഇവിടെ സ്ലീവിന് മാത്രം ഒരു ഷേപ്പ് കൊടുത്താൽ മതി. സ്ലീവിൻ്റെ അവിടെ ഹോളായിട്ട് ഒരു ഷേപ്പ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ചെസ്റ്റ് നമുക്കൊരു 12 ഇഞ്ച് ഇവിടെ ഒരു അടയാളം കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളൊരു 7 ഇഞ്ച് താഴത്തേക്ക് 7 ഇഞ്ച് കയ്യിലേക്കുള്ള വണ്ണമുണ്ട്, അത് മതി. അപ്പോൾ എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് എത്രയാണോ അത് വേണ്ടത് 6 ഇഞ്ച് അല്ലെങ്കിൽ 6.5 ഇഞ്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് വണ്ണം കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഈ കർവിലേക്ക് ഇങ്ങനെ വരും. അതിന് ശേഷം ഈ ബാലൻസ് ഉള്ളതില്ല, ഈ കർവ് ഇട്ടതിന് ശേഷം ബാലൻസ് ഉള്ളത് 4 ഇവിടെ ഉള്ളത്. 4 കാലുണ്ട്. ആ 4 കാല് ഇവിടെ താഴെ വരെ മാർക്കിട്ട് പോവാം. താഴെ വരെ മാർക്ക് ചെയ്ത് പോന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാം. ആ മാർക്ക് ചെയ്ത് പോയതിൽ കൂടി സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാം. ഇവിടം വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാം. എന്നിട്ട് ഇവിടെ താഴത്തേക്ക് ഒരു 5-6 ഇഞ്ച് ഓപ്പൺ ഇട്ട് കൊടുക്കാം. 7 എടുത്താലും കുഴപ്പമില്ല, അത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിവിടെ ഒരു 7 എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ഇടാം. അതുവരെ ഇത് ഒന്ന് ജോയിൻ ചെയ്യാം. ഇവിടെ വരെ നിർത്തിയാൽ മതി തയ്ച്ച്. ഇവിടെ ഇതിങ്ങനെ മടക്കിയിടുമ്പോൾ, രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് മടക്കിയിടുമ്പോൾ എല്ലാ വശവും ഒപ്പമായിട്ടിരിക്കാൻ നോക്കണം കേട്ടോ. തേരൊക്കെ എല്ലാം ഒപ്പമായിട്ട് വെക്കാം. ഇനി ഇവിടെ വീക്കഴുത്തിന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വീക്കഴുത്ത് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. ഇവിടെ ഒരു നാച്ചിട്ട് കൊടുക്കാം കഴുത്തിൻ്റെ അകലം. എന്നിട്ട് ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ നിവർത്തിയിട്ട് ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം ബാക്ക് കഴുത്ത്. എന്നിട്ട് ഇതിനെ ഇവിടെ നിന്ന്, ഇത് വി ആണല്ലോ, ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമുക്കൊരു കർവ് ചെയ്ത് കറക്റ്റ് യു ആയിട്ട് കൊടുക്കാം. ഇതിനെയും കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇത് വീക്കഴുത്ത് അടിച്ച്, ഞാനിവിടെ ഈ ഒരു പീസ് ഇതിന് മാച്ച് ചെയ്യുന്ന ഒരു പീസാണ്, ഇത് വെച്ചിട്ടാണ് വീക്കഴുത്ത് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് കൈ ഒടുങ്ങി ഇങ്ങനെ അടിച്ച് താഴെ അടിച്ച് ചുറ്റിൻ്റെ അവിടെ വരെ ഒന്ന് നിർത്താം. ഇവിടെ നിന്ന് ഷോൾഡറിൽ നിന്ന് ഒരു 15 ഇഞ്ച് ഷേപ്പ്, ആ ഷേപ്പിലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് വര വരച്ചിടണം. ആ 15 ഇഞ്ചിലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ട് വര വരച്ചിടാം. എന്നിട്ട് ഇവിടെ ഒരു ലൂപ്പ് വയ്ക്കാനുള്ളതാണ്.
ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ലൂപ്പ് വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു പീസ് വെച്ച് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ലൂപ്പ് കയറ്റി ഇവിടെ ഇടുമ്പോൾ നമുക്കിത് ചുരുക്കി കെട്ടാൻ പറ്റും ഷേപ്പിന്. അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇതിൻ്റെ പീസ് കിട്ടണമെങ്കിൽ ഏറ്റവും അടിയിൽ നിന്ന് നമുക്ക് ലെങ്ത്ത് 1 ഇഞ്ച് അവിടെ നിന്ന് 1 ഇഞ്ച് വീതിയുള്ള പീസ് മുറിച്ച് എടുക്കണം. അതാണ് നമ്മളിവിടെ അടിച്ച് ഇതിൽ കൂടെ പിടിപ്പിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഫുള്ള് ലെങ്ത്ത് നമുക്ക് കഫ്താന് വേണ്ട. 1 ഇഞ്ച് നമുക്ക് അതിൽ നിന്ന് ഏറ്റവും അടിയിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് വേണം ഇവിടെ അത് വെക്കാൻ. അത്രയും നീളത്തിലൊരു പീസ് ഇവിടെ വേണം. അടിയിലും ബാക്കിലും ഫ്രണ്ടിലും ലൂപ്പ് വന്നല്ല എൻ്റെ പേര്. കഫ്താൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.